അസ്സലാമലൈക്കും മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? ചായയൊക്കെ കഴിച്ചോ എല്ലാവരും? ഞാനിതാ ഇന്നിപ്പം ഗ്രൂപ്പിൽ വന്നതേ, നമ്മൾ വേസ്റ്റാക്കി കളയണ ഇതിന് നമ്മളിവിടെ പറയും ഓർക്കാപ്പുളിയെന്ന്, ചിലർ പറയും ഇരുമ്പം പുളിയെന്ന്, ചിലർ പറയും എന്താണ് വേറെ എന്തോ ഒരു പേര് പറയും. അങ്ങനെ പലതരത്തിലും പേരറിയും ഇതിന്. ഓർക്കാപ്പുളി ഇത് വെറുതെ നമ്മളെ മരത്തുമ്മ നിന്ന് ചീഞ്ഞ് കൊഴിഞ്ഞ് ആടിപ്പോകും. അപ്പോൾ നമ്മളെ മക്കൾക്ക് എന്തായാലും നല്ലൊരു അച്ചാറൊക്കെ വേണമല്ലേ ചോറ്റിനൊക്കെ. അപ്പോൾ നല്ലതാണ്. ഇതിൽ ഇരുമ്പ് സത്തൊക്കെ കൂടുതലുള്ളതാണ്, പിന്നെ ആർക്കോളും കൂടുതലാണ്. എന്നാലും ഇത് പാചകം ചെയ്യണോടത്താണ് ഇതിൻ്റെ മെയിൻ പരിപാടി. അപ്പം ഞാനിതാ കുറച്ച് പുളി ചണ്ടിയൊക്കെ കളഞ്ഞ് മുറിച്ച് പാകത്തിനാക്കി ഒരു പുളി 4 ചീളാക്കി വെച്ച് അതിലേക്ക് ഇത് ഉലുവ, കടുക്, പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചതാണ്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത്, ഉപ്പ്, ഇത് മുളകും പൊടി. അച്ചാറും പൊടി ഉള്ളവർക്ക് അച്ചാറും പൊടി ഇടാം. ഞാൻ ഇതിലേക്ക് പിന്നെ മുളക് പൊടിയാണ് ഇടുന്നത്. കായം, ഇത്തിരി കായം ഇട്ട് കൊടുത്താൽ അച്ചാറും പൊടിക്ക് സമായി. അപ്പം ഞാനിതാ ചട്ടി ഇവിടെ വെച്ചിരിക്കുകയാണ്. കണ്ടാ, ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, അവരാർക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കണത്. നല്ലെണ്ണയിലും ഉണ്ടാക്കാം. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂണ് കടുക് ഇട്ട് ഒന്ന് പൊട്ടി വരട്ടെ. കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് അതൊന്ന് ആ പച്ചമണം വിട്ടാൽ നമ്മളെ പുളി തട്ടി കൊടുക്കുക. പുളി ഒന്നങ്ങനെ തട്ടി ഒന്നതിലൊക്കെ മറിച്ചെടുത്ത് അപ്പോൾ ആ ഇഞ്ചും വെളുത്തുള്ളിൻ്റെ സ്മെല്ലും ഇങ്ങോട്ട് പോരും. അതാ വെളിച്ചെണ്ണ കിടന്ന് പാകാകുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് ചോദിക്കണം. അച്ചാറിന് ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ തരാം. ഈ അച്ചാർ മാത്രമല്ല, ചെമ്മീൻ അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, വെളുത്തുള്ളി അച്ചാറുണ്ട്. അപ്പോൾ ആവശ്യക്കാർ നമ്മളെ വിളിക്കുക, നമ്മളോട് പറയുക. അപ്പം നമ്മളിതാ ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഉപ്പ്, മുളക്, ഈ പൊടിച്ച് വെച്ച പൊടിയും കൂടി. അപ്പം അതൊന്നും തട്ടി നല്ല ഒന്ന് മറിച്ച് കൊടുത്ത്, വെള്ളം ഒഴിക്കണ്ട. പുളി വെന്താൽ തന്നെ വെള്ളം ഉണ്ടാവും. കാരണം അത് വെള്ളം പോലത്തെ ഒരു പുളിയാണല്ലോ ഓർക്കാപ്പുളി എന്ന് പറഞ്ഞാൽ. ഓർക്കാപ്പുളി, ഇരുമ്പം പുളി, പിന്നെ മറ്റേ പേരെനിക്ക് പുറത്തം കിട്ടണില്ല. അങ്ങനെ ഓർമ്മ ഉണ്ട്, പക്ഷേ ഇങ്ങോട്ട് വരുന്നില്ല നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. അപ്പം ഇങ്ങനെയൊക്കെ പല പേരും പറയും ഈ പുളിക്ക്. നിങ്ങളെ നാട്ടിലൊക്കെ എന്തെന്നാണ് പറയാന്നുള്ളതൊന്ന് പറഞ്ഞു തരണം. അപ്പം നമ്മളിതാ മുളകൊക്കെ അങ്ങനെ ഒന്ന് നല്ല മസാലയൊക്കെ ഒന്ന് അതിൽ പിടിച്ച്
അപ്പോൾ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂടി വെക്കാം ഒരു 5 മിനിറ്റ്. അപ്പം നമ്മളിതാ അച്ചാർ മൂടി വെച്ച് തുറന്ന് ഇത് കായപ്പൊടിയാണ്. ഒരു ലേശം കായപ്പൊടിയും കൂടി ഇതിലിട്ട് കൊടുക്കുക. അപ്പോൾ കായപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് നല്ല യോജിപ്പിച്ച് എടുത്ത് കഴിഞ്ഞാൽ മക്കളെ നമ്മളെ അച്ചാറുണ്ടല്ലേ ബഹു കേമനാണ്. അപ്പോൾ നമ്മളെ ചാനൽ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. ഇത് നമുക്ക് ക്യാമറമാനൊന്നുമില്ല, നമ്മൾ തന്നെ വീഡിയോ എടുത്ത് നമ്മൾ തന്നെ വിടണതാണ്. അതുകൊണ്ട് ഇതിലെന്തെങ്കിലും കട്ടായി കാണണമെങ്കിലൊക്കെ ക്ഷമിക്കുക, പൊറുക്കുക. അപ്പം നമുക്ക് ക്യാമറമാനൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് നമ്മൾ തന്നെ ഇത് ഉണ്ടാക്കലും വീഡിയോ എടുക്കലൊക്കെ. അപ്പോൾ നമ്മൾ അച്ചാർ ഇതാ മക്കളെ ചൂടാണ്, അല്ലെങ്കിൽ ഇത് കഴിച്ച് കാണിച്ചു തരാം. ഇത് ഇത്തിരി നേരം ഇരിക്കുമ്പോൾ നല്ല പാകമാവും. ആഹാ സൂപ്പർ. ചോറ്റിന് കൂട്ടാം, കടികൾക്കും കൂട്ടുന്നവരുണ്ട്. ഇത് വെള്ളമൊന്നും വെക്കണ്ട, ഇതിങ്ങനെ വെന്തിരിക്കുമ്പോൾ തന്നെ വെള്ളമായി വരും. ഞാൻ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇങ്ങനെ ആവുമ്പോൾ കേട് വരാതിരിക്കും ഈ പുളിയച്ചാർ. അപ്പോൾ എല്ലാവരും അവരവരെ മുറ്റത്ത് ഇത് ഓർക്കാപ്പുളി ഇല്ലാത്ത വീടുകളുണ്ടാകില്ല, മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. നമ്മളിത് വെറുതെ നാസാക്കി കളയലാണ്. പിന്നെ ഇത് ഗ്രൗണ്ടിൽ കഷ്ണാക്കിയിട്ട് ഇത്തിരി ഉപ്പും കുടഞ്ഞ് ഒരു ഓട്ടപാത്രത്തിൽ എന്തെങ്കിലും വെച്ചാൽ ആ ഉപ്പിൽ നിന്നുള്ള വെള്ളം അങ്ങോട്ട് പിടിച്ച് അത് പിന്നെ വെള്ളം വാർന്നു പോകും. എന്നതിൻ്റെ ശേഷം വെയിലത്തിട്ട് ഉണക്കി നല്ല എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ കൊണ്ടാട്ടം കഴിക്കണ മാതിരി നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത് നമുക്ക് അച്ചാർ ഇവിടെ റെഡിയാണ് മക്കളെ. അപ്പോൾ ഓക്കെ. അപ്പം നമ്മളെ ചാനൽ കാണാത്തവർ സബ്സ്ക്രൈബർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ നമ്മളെ വിളിച്ച് ചോദിക്കുക. അപ്പോൾ അച്ചാർ റെഡിയാണ്. ഉപ്പൊക്കെ നോക്കട്ടെ. ഹേയ്, അപ്പോൾ ചൂടായതുകൊണ്ട് പുളി തിന്ന് കാണിച്ചു തരാൻ വയ്യ. അപ്പോൾ ഓക്കെ മക്കളെ, ഓക്കെ. അപ്പം നമുക്ക് അച്ചാറിനൊക്കെ ഓർഡർ തരിക. ചെമ്മീൻ അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, വെളുത്തുള്ളി അച്ചാറുണ്ട്, ഓർക്കാപ്പുളിൻ്റെ അച്ചാർ വേണമെങ്കിൽ അതും പറയാം. ഓർക്കാപ്പുളി നമ്മളെ വീട്ടിലൊന്നും ഇല്ല, അത് നമ്മൾ വേറെ സ്ഥലത്തു നിന്ന് ഒപ്പിച്ചതാണ്. നമുക്കൊരു ടീം കൊടുത്തയച്ചതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഉള്ളിടത്തുനിന്ന് എടുത്ത് ഉണ്ടാക്കിത്തരും. ഓക്കെ. അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കരുത് ഒരു കാരണവശാലും. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് കൂടുതൽ ദിവസം വെക്കാനും പറ്റില്ല, പെട്ടെന്നത് ചീത്തയായി പോകും. അപ്പോൾ അതിന് ഇത് വെള്ളമൊന്നും ചേർക്കാതെ വെളിച്ചെണ്ണയിൽ കടുക് ഇട്ട് പൊരിഞ്ഞതിൻ്റെ ശേഷം പെരിഞ്ജീരകം, കടുക്, പിന്നെ ഉലുവ, അത് മൂന്നും കൂടി വറുത്ത് പൊടിച്ചിട്ടിടണം. കടുക് നമ്മളിടും, അത് കൂടാതെ ഇത് ലേശം വറുത്ത് പൊടിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ അച്ചാർ റെഡി. അപ്പോൾ എല്ലാവരും നമ്മളായിട്ട് സഹകരിക്കുക.